ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സർ ഗുഡ് മോർണിംഗ്. വെരി ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ആദ്യ മിനിറ്റുകളിൽ ട്രേഡിംഗ് കാണുന്നത്. 100-ലധികം പോയിന്റുകളുടെ 121 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം കാണുന്നു. 0.5% അടുത്ത് നിൽക്കുന്ന ഒരു മുന്നേറ്റമാണ് ആദ്യത്തെ ഒരു മിനിറ്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആദ്യത്തെ മിനിറ്റുകളിൽ നമുക്ക് പ്രകടമാകുന്നത്. ഏതായാലും ഇന്ന് ഒരു എക്സ്പയറി ഡേ ആണ്. കാര്യമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റി കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സാറ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കാര്യമായിട്ടുള്ള ഒരു ആഗോളതലത്തിൽ നിന്നുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ കെട്ടടങ്ങിയിട്ടുള്ള ഒരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഓവർനൈറ്റിൽ കാര്യങ്ങളൊന്നും നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണ് നിലനിൽക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്? 2 ഗുഡ് ഡേയ്സ് അല്ലെ ജാസ്മിൻ? 2 നല്ല ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്നത്തെ ദിവസവും ഏതാണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെ ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്നലെ തന്നെ നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ മാർക്ക് ബ്രേക്ക് ചെയ്ത്, ഒരു ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളത്. അതായത് 25,200 കുറച്ച് നാളുകളായിട്ട് നമുക്കൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നിന്നാണ്. അത് ബ്രേക്ക് ചെയ്തിട്ട് എന്താണ്ട് എനിക്ക് തോന്നുന്നു 25,240 44 ഇന്ന് 360 വരെ എത്തിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ലെവലാണെന്നും കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഏതായാലും മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സും ഒരു പോസിറ്റീവ് ബയസും വന്നു എന്നുള്ളത് നല്ല കാര്യം. കുറച്ച് നാളുകൾക്ക് ശേഷം രാവിലെ എണീറ്റപ്പോൾ ഒരു ന്യൂസും ഇല്ലാത്തപ്പോൾ വളരെ ബോറടി ആയിട്ട് തോന്നുന്നു ജാസ്മിൻ എന്നുള്ളത്. അതായത് അൺടുവേർഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റും ഇല്ല, അത് മാത്രമല്ല വളരെ ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു ട്വീറ്റ്സും ഇല്ല, ട്രൂത്ത് സോഷ്യലിലോ ഒന്നും ഇല്ലേം താനും. ഇതൊക്കെ ഇല്ലാതെ ഒരു ദിവസം ട്രംപിന് ശേഷം നമ്മളൊരു മോർണിംഗ് ബെഡിൽ നിന്ന് എണീച്ചൊരു കോഫി കുടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഏതായാലും അങ്ങനത്തെ ഒരു കാര്യത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള. ഇപ്പോൾ US മാർക്കറ്റിൽ ജാസ്മിൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ US ഹാൻഡ് ഓവർ നോക്കുകയാണെങ്കിൽ S&P 500 ഏതാണ്ട് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു അൺചേഞ്ച്ഡ് എന്നുള്ള ലെവലിൽ തന്നെയാണ് അത് ഇന്നലെ ക്ലോസ് ചെയ്തെന്നുള്ളതാണ്. ബട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക, ജസ്റ്റ് 1% അവേ ഫ്രം ഓൾ ടൈം ഹൈ. അതായത് നമ്മൾ 2-3 മാസം മുമ്പ് എന്തൊക്കെയായിരുന്നു സംസാരം? അതായത് US ഈസ് ഗെറ്റിംഗ് ഇൻ ടു എ റിസെഷൻ. JP മോർഗൻ, ഗോൾഡ്മാൻ സാക്സ്, HSBC, സിറ്റി ഗ്രൂപ്പ്, ബാങ്ക് ഓഫ് അമേരിക്ക, ആരാണ് ഇതിനകത്തില്ലാത്ത? ബേൺസ്റ്റൈൻ, എല്ലാവരും പറഞ്ഞ, എല്ലാ എക്സ്പേർട്സും പറഞ്ഞ അമേരിക്ക ഈസ് ഗെറ്റിംഗ് ഇൻ ടു എ റിസെഷൻ. മറ്റേ ട്രേഡ് ടാരിഫ് കാരണം അല്ലെങ്കിൽ അമേരിക്കയുടെ ഡെപ്റ്റ് കാരണം എന്നൊക്കെ പറഞ്ഞു. ട്രേഡ് ടാരിഫ്സ് ഇപ്പോൾ പലരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിലും ഒരു കൺട്രി ആയിട്ടും ഒരു കോൺക്രീറ്റ് ആയിട്ട് വന്നില്ല. എക്സെപ്റ്റ് UK ആയിട്ട് മാത്രമാണ് കുറച്ചെങ്കിലും മീനിങ് ഫുൾ ആയിട്ട്. ബാക്കിയെല്ലാം വാക്കാൽ മാത്രമേ. ഇപ്പൊ ചൈനയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഒക്കെ വാക്കാൽ മാത്രമേ. ജപ്പാന്റെ അടുത്തും ഒക്കെ നമ്മളിങ്ങനെ ശരിയാവും ഒരു ടേംസ് ഓഫ് റെഫറൻസും ഫ്രെയിം ഓഫ് റെഫറൻസും പറഞ്ഞു എന്നല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് നമ്മളൊന്നും സൈൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും US മാർക്കറ്റ് ജസ്റ്റ് 1% അവേ ഫ്രം ഓൾ ടൈം ഹൈ എന്നാണ്. അപ്പൊ ഇതാണ് മാർക്കറ്റിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയെ നമ്മൾ അറിയിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും എല്ലാ കാര്യത്തിനും ഓവർ ഇമോഷണലായി നമ്മൾ ഇറാഷണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു. നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഇതോടെ കഴിഞ്ഞു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2008-9 കാലഘട്ടത്തിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ലേമൻ ബ്രദേഴ്സ് ഒക്കെ ഉണ്ടായ സമയത്ത് അന്ന് ഇതേപോലെ തന്നെയായിരുന്നു. അതായത് അന്ന് പറഞ്ഞ US ഡോളേഴ്സിന്റെ പണി തീർന്നു, USന്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞു. കാര്യം അവിടുത്തെ ബാങ്ക് ഒക്കെ പൊട്ടി. ഇനി നമ്മുടെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും തിരിച്ചു വരേണ്ടി വരും. അതായത് മെഡിക്കൽ ഫീൽഡിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലും സോഫ്റ്റ്വെയർ ഫീൽഡിലും ഒക്കെ വർക്ക് ചെയ്യണവരൊക്കെ ഇനി ഇതൊക്കെ കളഞ്ഞിട്ട് വരും. ഏതാണ്ട് ഡൂംസ് ഡേ ഫോർ US എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് കമന്ററി എന്നുള്ളത്. ബട്ട് മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന്, മാർക്കറ്റ് നല്ല എക്കണോമിയുടെ പ്രത്യേകത, എക്കണോമി ഈസ് ദ മദർ ഓഫ് ഓൾ. അതായത് എക്കണോമി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു അമ്മ എന്ന് പറയാൻ കാര്യം എന്ന് ചെയ്യും. എല്ലാ കാര്യങ്ങളും അത് ഡൈജസ്റ്റ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് കളക്റ്റീവ് വിസ്ഡം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും പോകാന്ന് പറഞ്ഞാൽ. എപ്പോഴും ഇപ്പൊ വാറൻ ബഫേ എടുത്ത് നമ്മൾ എപ്പോഴും ചോദിക്കുകയാണ് സ്റ്റോക്ക് മേടിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ആ ബിസിനസിന്റെ സ്റ്റോക്ക് മേടിക്കുക പറഞ്ഞാൽ അദ്ദേഹം ഒരു വാക്കിലാണ് പറയുന്നത്. അതായത് ദീസ് ബിസിനസ്സസ് വിൽ മേക്ക് more revenues and more profit 5 years down the line, 10 years down the line. അല്ലാണ്ട് വേറെ ഒരു എക്സ്പെക്ടേഷനും അദ്ദേഹം പറയുന്നില്ല. അല്ലാണ്ട് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പുതിയ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ അടുത്ത പ്രോജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും, വേറൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യും. ഇതൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഗൈഡൻസ്. അദ്ദേഹത്തിന്റെ ഗൈഡൻസ് പറഞ്ഞാൽ വേൾഡ് വിൽ ബി ബെറ്റർ. അതായത് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നതിനേക്കാട്ടിലും 5 കൊല്ലം കഴിയുമ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇതിനേക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കും. മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുമ്പോൾ എക്കണോമിയും മെച്ചപ്പെട്ടതാവും. അതിന്റെ കൂടെ എക്കണോമിയിൽ സ്ഥിതി ചെയ്യുന്ന ബിസിനസ്സുകളും ഇന്നത്തെ കണ്ടീഷനിൽ നിന്നും വളരെ ഉയരത്തിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ ഒരു ബേസിക് കൺസിഡറേഷനാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഏപ്രിൽ മെയ് ജൂണിൽ എവിടെയെല്ലാം നമ്മൾ പോയി,
നമ്മൾ റിസഷനിലേക്ക് പോയി, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിപ്പോയി, ഇനി US-ന്റെ പണി തീർന്നു, ഇസ്രായേലിൽ പോയി, ഇറാനിൽ പോയി, ഹമാസിൽ പോയി, ഇന്ത്യയിൽ പോയി, പാകിസ്ഥാനിൽ പോയി. നമ്മൾ ഈ 3 മാസം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ലോകം ഏതാണ്ട് 1% അവേ ഫ്രം ദ ഓൾ ടൈം ഹൈ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം എന്നറിയോ, ഇന്നലെ എനിക്ക് തോന്നുന്നു നാസ്ഡാക്ക് 0.2% അപ്പും എനിക്ക് തോന്നുന്നു ഡൗ ഏതാണ്ട് 0.25% മൈനസും ആയിരുന്നു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ നമുക്ക് കിട്ടിയ ഒരു ഹാൻഡ് ഓവർ തന്നെ. അതിനകത്ത് ഞാനിപ്പോ ഈ US മാർക്കറ്റ് S&P 500 1% അവേ ഫ്രം ഓൾ ടൈം ഹൈ. എൻവിഡിയ ഇന്നലെ 4% US മാർക്കറ്റിൽ കയറിയത്. അതായത് അത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള. എൻവിഡിയെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്, ആദ്യമായിട്ട് ട്രംപ് വരുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ഡീപ് സീക്ക് എന്നാണോ വന്നത് അന്ന് മുതൽ പീപ്പിൾ ആൻഡ് എക്സ്പേർട്സ് ദ സെയിം മോർഗൻ സ്റ്റാൻലി, സെയിം ഗോൾഡ്മൻ സാക്സ്, സെയിം HSBC റിപ്പോർട്ട് എഴുതിയിരുന്നത് എന്താ, നമ്മളിവിടെ വായിച്ചതുമാണ് നമ്മൾ ഓപ്പണിംഗ് ഹൗസിൽ. അതായത് ഡീപ് സീക്ക് ചൈന ഇറക്കിയതോടുകൂടി എൻവിഡിയയുടെ കഥ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ എൻവിഡിയ ഏതാണ്ട് 2 ദിവസം അന്ന് കറക്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള, ഏതാണ്ട് ഒരു ദിവസം തന്നെ ഒരു മാസീവ് ഫോൾ എൻവിഡിയയുടെ ഷെയർസിൽ വന്നു എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, എൻവിഡിയ ഓൾ ടൈം ഹൈ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഒരു ഗോൾഡ്മൻ സാക്സിന്റെ അല്ലെങ്കിൽ HSBCയുടെ മോർഗൻ സ്റ്റാൻലിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതല്ല. നമ്മൾ പറയുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് ആ സമയത്ത് അത് എഴുതുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പോസിറ്റീവായിട്ട് എഴുതുക എന്നുള്ളതും അവരുടെ ഡ്യൂട്ടി തന്നെയാണെന്നുള്ള. അപ്പം നമ്മൾ ഇതിന്റെ പുറകെ കിടന്ന് ചാടാതെ നമ്മളൊരു വളരെ റാഷണൽ ആയിട്ട് ലെവൽ ഹെഡഡ് ആയിട്ട് ഒരു കോമൺ സെൻസിക്കൽ അപ്രോച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് വേൾഡ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ ഫീറ്റ് എന്ന് നമ്മൾ 100 പ്രാവശ്യം പറയാൻ കാര്യം എന്താ, അത് തന്നെയാണ് അതിന്റെ വാസ്തവം തന്നെ. അതായത് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം പോയി ബാക്കി വേൾഡ് മുന്നോട്ട് പോകും. അതാണ് ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഓതന്റിസിറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത്. അല്ലാണ്ട് ആരെങ്കിലും തെറ്റാണെന്നോ നമ്മൾ ശരിയാണെന്നോ പ്രൂവ് ചെയ്യണം. നമ്മളൊക്കെ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വി ആർ വെരി ഇൻസിഗ്നിഫിക്കന്റ് പീപ്പിൾ. നമ്മളെ ലോകത്ത് ആർക്കും പോലും അറിയില്ല, നമ്മൾ പറയുന്ന ഒന്നും സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യരുതെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ബട്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെ അങ്ങ് മറന്ന് നിങ്ങളെ തന്നെ റീപൊസിഷൻ ചെയ്ത് മാർക്കറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോൾ US-ലേക്ക് തിരിച്ചു വരികയാണ്. US 10-year ബോണ്ട് ഈൽഡ് വീണ്ടും ഒരു അൺചേഞ്ച്ഡ് ലെവലിൽ തന്നെയാണ്. മാസീവ് മൂവ്മെന്റ് മുകളിലോട്ടോ താഴോട്ടോ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഒരു ഡയറക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന ബോണ്ട് ഈൽഡ് നമ്മൾ ക്രൂഡിന്റെ ലെവൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 67-നും 68-നും തന്നെ ഏതാണ്ട് നിൽക്കുന്നു എന്നുള്ളത് കാര്യങ്ങൾ സ്റ്റെബിലൈസ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഇന്നലെ തന്നെ നേറ്റോന്റെ ഒരു മീറ്റിംഗ് ആണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ആ നേറ്റോ മീറ്റിംഗിൽ അവർ തീരുമാനിച്ച നേറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ബൈ 2035 ആകുമ്പോഴത്തേക്കും, അതായത് ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഡിഫൻസിലേക്കുള്ള സ്പെൻഡിങ് അവരുടെ GDP-യുടെ 5% ഉയർത്തും. അതായത് മെമ്പർ കൺട്രീസ് ഉണ്ടല്ലോ, നേറ്റോന്റെ മെമ്പർ കൺട്രീസിന്റെ GDP-യുടെ 5% ഉയർത്തും എന്നുള്ള. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് അതൊരു ജനങ്ങളുടെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ അതൊരു 32 രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു ക്ലബ്ബാണ്. ഈ ക്ലബ്ബ് തുടങ്ങാനുള്ളൊരു കാര്യം പണ്ട് ഇത് എനിക്ക് തോന്നുന്നു 1949 എങ്ങാണ്ടാണ് നേറ്റോ തുടങ്ങിയത്. ആ നേറ്റോ തുടങ്ങിയപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ നോർത്ത് അമേരിക്കൻ കൺട്രീസ്, US, കാനഡ, അതൊന്നും കൂടാതെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസും ഒക്കെ ചേർന്നാണ് ഈ NATO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. കൂടുതലും സോവിയറ്റിന്റെ അന്നത്തെ റഷ്യയുടെ ത്രെട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ 32 മെമ്പർ ക്ലബ്, 32 കൺട്രീസ് ഉൾപ്പെടുന്ന ആ ക്ലബിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളൊരു 32 ഫ്രണ്ട്സ് ഒന്നിച്ചു കൂടുന്നു. അതിൽ വലിയവനും ഉണ്ട്, ചെറിയവനും ഉണ്ട്. ചെറിയ ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടയിലുള്ള വലിയവര് നമ്മളെ സഹായിക്കാൻ വരും. ഇപ്പൊ ഉദാഹരണത്തിന് എസ്റ്റോണിയ നേറ്റോ മെമ്പറാണ്. എസ്റ്റോണിയ എന്ന് പറയുന്ന കൺട്രിക്ക് ഏതെങ്കിലും ഒരു വലിയ രാജ്യത്തിൽ നിന്നൊരു ത്രെട്ട് വരികയാണെങ്കിൽ ഒരു വലിയ രാജ്യമായ ഫ്രണ്ടായ നേറ്റോ മെമ്പർ കൺട്രിയായ ഒരു US-ഓ ജർമ്മനിയോ പോയി എസ്റ്റോണിയെ സഹായിക്കുന്നു മിലിറ്ററി വൈസ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാര്യം എസ്റ്റോണിയക്കൊന്നും വലിയ ലാർജ് ആർമിയൊന്നുമില്ല. ഇപ്പൊ വലിയൊരു രാജ്യം അതിനെ അറ്റാക്ക് ചെയ്യണേ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് വലിയ രാജ്യങ്ങൾ അതിന്റെ സഖ്യത്തിന് വേണ്ടി വന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. ഇതാണ് നേറ്റോന്റെ തീം എന്ന് പറയുന്നത്. ഈ നേറ്റോന്റെ കാര്യങ്ങൾ അതിൽ രസം എന്തെന്നറിയോ, ഈ നേറ്റോയില് ഇന്ത്യയും പാകിസ്ഥാനും ഇല്ല. ഇന്ത്യയും പാകിസ്ഥാനും ഇല്ലെന്ന് മാത്രമല്ല, ഇന്ന് ലോകത്ത് യുദ്ധം നടക്കുന്ന ഇറാൻ, ഇസ്രായേൽ, റഷ്യ, യുക്രൈൻ ഇവരാരുമില്ല. ഒന്നാമത് റഷ്യയുടെ ത്രെട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് തുടങ്ങിയത്. കൂടുതൽ നമ്മൾ പറഞ്ഞല്ലോ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസും നോർത്ത് അമേരിക്കൻ കൺട്രീസും ആണെന്നുള്ളത്. അപ്പൊ ഈ കൺട്രീസ് ഒന്നുമില്ല. അപ്പൊ ഇവരാരും നേറ്റോയിൽ ഇല്ല എന്നുള്ളതാണ്. എന്നിട്ടും ഈ പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ചെല്ലുന്നു എന്നുള്ളത് പ്രത്യേകിച്ചുള്ള ഒരു കാര്യം. അതുപോലെ ട്രംപിന്റെ നമുക്ക് ഒരു ട്വീറ്റും അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ലാത്തൊരു ദിവസവും ഇല്ല എന്നുള്ള അർത്ഥം തന്നെയാണ്. മാർക്കറ്റിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും ഇല്ലെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അമേരിക്ക പറയുന്നത് വെച്ചാൽ ഈ നേറ്റോന്റെ എന്താ പറയുക സാങ്ക്ടിറ്റിക്ക് വേണ്ടി, ആ നേറ്റോ എന്ന് പറഞ്ഞാൽ മിലിറ്ററി വൈസ് ഇടപെടുക എന്നുള്ളതാണ്.
ഞങ്ങൾ എത്രയോ പൈസയാണ് ഞങ്ങളുടെ ഡിഫൻസിന് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ നിങ്ങൾ ആരും യൂറോപ്പിലുള്ള ഒരു രാജ്യങ്ങളും സ്പെൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ചെലവിലാണ് നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്നുള്ളൊരു വർത്താനം കൂടെ അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോവുകയും കൂടെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ നേറ്റോ മെമ്പേഴ്സ് ഈ 32 കൺട്രീസും കൂടി ഇരുന്നിട്ട് തീരുമാനിച്ചത് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ GDP-യുടെ 5% ആയിട്ട് 2035 കൂടി അത് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചത്. ഇതിനെ വിത്തൾഡ് ചെയ്ത് സ്പെയിൻ നിന്നപ്പോൾ ട്രംപ്, നമ്മുടെ യൂഷ്വൽ ട്രംപിനെ അവിടെ കാണാൻ പറ്റി ട്രംപ് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ കൂടുതൽ ടാരിഫ് കൊണ്ടുവരുന്നു പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രംപ് തന്നെയാണ് എന്നുള്ളതാണ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വീണ്ടും നിഫ്റ്റി ഈസ് ജസ്റ്റ് 4% അവേ ഫ്രം ഓൾ ടൈം ഹൈ. നമ്മൾ എന്തോരം പാനിക് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത് 2-3 മാസം മുമ്പേ എന്നുള്ളത്. ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് 25,317 സസ്റ്റൈനബിളി നമ്മൾ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് മാർക്കറ്റിന് സൈക്കോളജിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഇനി ഗ്ലോബലി തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും അൺകൺഫേംഡ് സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, പലയിടത്തുനിന്നും വായിക്കുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ഇതിൻ്റെ ഓതൻറ്റിസിറ്റിയെ കുറിച്ച് ഞാൻ വൗച്ച് ചെയ്യുന്നില്ല. വരും ദിവസങ്ങളിൽ US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ച ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇറാനിന് മുകളിൽ US ഒരുപാട് സാങ്ഷൻസ്, എസ്പെഷ്യലി അവരുടെ ഓയിലിനൊക്കെ സാങ്ഷൻസ് വെച്ചിട്ടുണ്ട്. കാര്യം US-ന്റെ കണ്ണിൽ ഇറാൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു നോർമൽ കൺട്രിയിൽ ഒരു റോക്ക് നേഷൻ ആണ്. ROGUE അല്ലെ, റോക്ക് നേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇറാനെ ഇവർ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഓയിൽ എക്സ്പോർട്സിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ വാർ തീർന്നതിൻ്റെ അന്ന് ട്രംപ് പറഞ്ഞു, അതായത് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നല്ലോ, അതായത് ഇറാന്റെ എക്സ്പോർട്ട് ചെയ്യുന്ന ഓയിലിന്റെ ഏറ്റവും വലിയ ബയർ ചൈനയാണ്. അപ്പോൾ വാർ തീർന്നതിൻ്റെ അന്ന് ഈ വാർ തീർന്നതും സീസ് ഫയറിലേക്ക് എത്തിയതും ഇസ്രായേലും ഇറാനും ഇനി യുദ്ധം ചെയ്യില്ല, അവരെല്ലാം ആംസ് ഒക്കെ നിലത്ത് വെച്ച് ഫ്ലൈറ്റ്സ് ഒക്കെ തിരിച്ചു വെച്ചു എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു കമന്റ് കൂടെ പറഞ്ഞിരുന്നു, ഇനി ചൈനയ്ക്ക് എത്ര വേണമെങ്കിലും ഇറാന്റെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കാന്ന് കൂടെ പറഞ്ഞു വെച്ചിരുന്നു. ഇന്നലെ നമ്മൾ ഈ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരു സ്പെക്കുലേഷൻ ഉണ്ട്, ഇറാൻ ആൻഡ് US മൈറ്റ് ഹാവ് എ ടോക്സ് എന്ന് പറയുന്നു. ട്രംപ് നിലപാട് ചെറുതായിട്ട് മയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ട്രംപ് പറയുന്നത് വെച്ചാൽ ട്രംപ് ഒരു ഇൻഡിക്കേഷൻ തന്നു, നമ്മൾ ചിലപ്പോൾ ഈ ഇറാനിയൻ ഓയിലിനുള്ള റെസ്ട്രിക്ഷൻസ്, സാങ്ഷൻസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കും. കാരണം എന്ന് വെച്ചാൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് റീബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ഒരുപാട് എക്സ്പെൻസ് വന്നു ഒരു വാർ കാരണം. അത് റീബിൽഡ് ചെയ്ത് അവരുടെ സിറ്റിസൻസിനെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ വേണം. അതുകൊണ്ട് ലൈക്ലി ചാൻസസ് ദാറ്റ് ഓയിലിന്റെ സാങ്ഷൻസ് ഒന്ന് പതുക്കെ മയപ്പെടുത്തും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടെ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ US-ലേക്ക് പോവുകയാണെങ്കിൽ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഫെഡ്, നമ്മൾ 2 ദിവസമായിട്ട് നമ്മുടെ ഒരു ടെസ്റ്റ് മണി ഉണ്ടല്ലോ ഫെഡ് ചെയർമാന്റെ ജെറോം പവലിന്റെ. അപ്പൊ അതിനകത്ത് അദ്ദേഹം വീണ്ടും റീഇറ്ററേറ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ പോളിസി സ്റ്റാൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡേറ്റ ഡിപ്പെൻഡന്റ് തന്നെ ആയിരിക്കും. വേറെ ഒരു എക്സ്റ്റേണൽ പ്രഷറിലും ഞങ്ങൾ വീഴില്ല. ഞങ്ങളുടെ മാൻഡേറ്റ് എന്താണോ, ഡ്യൂട്ടി എന്താണോ, ഓബ്ലിഗേഷൻ എന്താണോ, ആ ലൈനിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ US ബാങ്ക്സിനുണ്ടല്ലോ, ഈ 2008-2009 കാലഘട്ടത്തിൽ ആ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നല്ലോ. അതായത് വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ക്രെഡിറ്റ് പ്രോഡക്ട്സ് ഇറക്കിയിട്ടാണല്ലോ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നത്. അതായത് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇന്നോവേഷൻസ് കണ്ടുപിടിക്കുക. സബ് പ്രൈം ലോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യോഗ്യതയില്ലാത്തവന് ലോൺ കൊടുക്കുക. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ലോൺ അപ്ലൈ ചെയ്യാൻ നേരത്തെ ഒരു മിനിമം ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു, നിങ്ങളുടെ മാസം വരവ് എങ്ങനെയാണ്, നിങ്ങളുടെ സിബിൽ സ്കോർ എങ്ങനെയാണ്, നിങ്ങൾക്ക് റീപേയ്മെന്റ് കേപ്പബിലിറ്റി, ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ തരുന്നത്. 2008-2009 കാലഘട്ടത്തിൽ US ബാങ്ക്സ് വെയർ ഓൺ എന്താ പറയുക, ഒരു ലോൺ സ്പ്രീ. അതായത് സബ് പ്രൈം എന്ന് പറഞ്ഞാൽ സബ് പ്രൈം മോർഗേജ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പ്രോഡക്ട്സ് അവർ ഉണ്ടാക്കിയിട്ട് ഈ യോഗ്യതയില്ലാത്തവർക്ക് ലോൺ കൊടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ഒരു കാരണം. അപ്പൊ അന്നത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെഡ് ഈ US ബാങ്ക്സിന്റെ ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് ഒരുപാട് സ്ട്രിഞ്ചന്റ് പോളിസി മെഷേഴ്സ് കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവർ പറയുന്നത് വെച്ചാൽ ഇപ്പൊ അതൊക്കെ തുടങ്ങി നീക്കി ബാങ്ക്സ് ഒക്കെ വെൽ ക്യാപിറ്റലൈസ്ഡ് ആയി, എക്കണോമി നല്ലൊരു ലെവലിൽ തന്നെയാണ്. ഓഫ് കോഴ്സ് ചെറുതായിട്ടുള്ള ടാരിഫ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എക്കണോമി അതൊരു ഇൻഫ്ലേഷനെ ബാധിക്കുന്ന കാര്യമാണ്. അല്ലാത്ത രീതിയിൽ ഫിനാൻഷ്യൽ സിസ്റ്റം, അതായത് ഫിനാൻഷ്യൽ ബാക്ക് ബോൺ ഓഫ് US ഇസ് വെരി much better than what we saw in 2008-2009. സോ ഞങ്ങൾ പതുക്കെ ഈ പറയുന്ന പോലെ US ബാങ്ക്സിനുള്ള ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് വെട്ടിക്കുറയ്ക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. അത് വളരെ സിഗ്നിഫിക്കന്റ് മൂവാണ്. അതായത് അത്രയും പൈസ കൂടുതൽ US ബാങ്ക്സിലേക്ക് വരും. അവർക്കൊന്നിലേക്ക് ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം. അത് ചിലപ്പോൾ ഗ്ലോബൽ എക്കണോമിയിലേക്ക് എമർജിംഗ് മാർക്കറ്റ്സിലേക്ക് ഒഴുകാം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബോണ്ട് ഈൽഡ് അവിടെ കുറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് മണി will find investments in some other countries or some other sources എന്നുള്ള പറഞ്ഞു വെക്കുന്നു. പിന്നെ ഒരു എന്റർടൈൻമെന്റ് പരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ UK-ലോട്ടുള്ള വിസാസ് 28% ഇൻക്രീസ് ചെയ്തു.
വിംബിൾഡൺ തുടങ്ങുകയാണ്. ഞാനൊരു ടെന്നീസ് ഫാനാണ്, വിംബിൾഡന്റെ വലിയൊരു ഫാനാണ്, ഗ്രാസ്കോ ടെന്നീസിന്റെ വലിയൊരു ഫാൻ ആയതുകൊണ്ട് ഏതാണ്ട് ജൂൺ 30 മുതൽ ജൂലൈ 50 വരെ വിംബിൾഡൺ തുടങ്ങുന്നതിന്റെ ആ ഒരു മൂവ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ ഫോർമുല 1 സീസൺ തുടങ്ങുകയാണ്, ഫോർമുല 1 കാർ റേസിംഗിന്റെ. അപ്പൊ അതിന്റെ ഈ സീസണിൽ വരുന്ന കൺട്രീസ് ആയ ഇറ്റലി, മൊണാക്കോ, ജപ്പാൻ, UK അങ്ങോട്ടുള്ള വിസയും ഇൻക്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ള. അപ്പൊ ഇതൊക്കെ ഞാൻ കൂടുതൽ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് വെറും ഒരു ന്യൂസ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യേണ്ട. ഇന്ന് ഇന്ത്യൻസ് ഒരുപാട് പേര് ഈ ഫോർമുല 1ഉം വിംബിൾഡണും കാണാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എയർലൈൻ സ്റ്റോക്സ്, എയർപോർട്ട്സ് ഒക്കെ അതിന്റെ പുറകിൽ ഹിഡൻ ആണ്. നമ്മൾ എപ്പോഴും പറഞ്ഞല്ലോ, ഒരു ന്യൂസിന്റെ പുറകിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ജിയോ ഹോട്ട്സ്റ്റാർ ഈ IPL ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ ഈ IPL നടക്കുന്ന സമയത്ത് ഏതാണ്ട് അവരെ സബ്സ്ക്രൈബർ ബേസ് ഉണ്ടല്ലോ 300 മില്യൺ ഹിറ്റ് ചെയ്തു എന്നുള്ള. 300 മില്യൺ ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കണം, 190 രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന് 302 മില്യൺ, ജിയോ ഹോട്ട്സ്റ്റാർ ഇസ് 300 മില്യൺ, ആമസോൺ പ്രൈം വീഡിയോ ഇസ് 200 മില്യൺ എന്നുള്ള. അപ്പൊ ആ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് നമ്മളിത് വെറും ഒരു ന്യൂസ് അല്ല, വീണ്ടും പറയാണ്, റിലയൻസ് ഇൻഡസ്ട്രിക്ക് അകത്തിരിക്കുന്ന ഒരു കമ്പോണന്റ് ആണെന്നുള്ളത് പറഞ്ഞു വെക്കുന്നു എന്നുള്ള. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം നോക്കേണ്ടത്. ട്വീറ്റ് ഇല്ലാത്ത, ട്രംപിന്റെ എന്താ കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലാത്ത ഒരു ദിവസമായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യണം ജാസ്മിൻ. നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ചെയ്യുന്നത്. 25,389 എന്നുള്ള ഒരു ഡേ ഹൈ ആണ് ഇതുവരെ ഈ മിനിറ്റുകളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും 141 പോയിന്റ്സിന്റെ ഒരു മുന്നേറ്റം, 0.5% കൂടുതലുള്ള ഒരു നേട്ടം കാണുന്നുണ്ട്. സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണുള്ളത്. എങ്കിലും ഇന്ന് ഒരു നേട്ടത്തിലേക്ക് കൂടുതൽ സെക്ടേഴ്സ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ സ്റ്റോക്ക് ന്യൂസ് ആയിട്ട് നമ്മുടെ ഫോക്കസിലുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണ് സർ? ജാസ്മിൻ, ഇന്നിപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെക്കാട്ടും ഉണ്ടല്ലോ. അതായത് ആ മാർക്കറ്റിൽ നമുക്കറിയാലോ, ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് പല സെക്ടറിന്റെ വെയിറ്റേജ് അതിനകത്തുണ്ട് അല്ലേ. ഈ സെക്ടറിന്റെ വെയിറ്റേജ് കാരണമാണ് ഇൻഡെക്സ് മൂവ് ചെയ്യണേ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ത്രെട്ട് ഉണ്ടായിരുന്നു, ടാരിഫ് ആയിരുന്നു എന്നുള്ള. ടാരിഫ് കഴിഞ്ഞ് യുദ്ധം വന്നു. ഇപ്പൊ ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി മാറി. ടാരിഫിന്റെ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ജൂലൈ 9 മുമ്പ് ഒരു റെസൊല്യൂഷൻ ഉണ്ടാവും. എങ്കിലും നമ്മൾ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ ഫെർട്ടിലൈസർ, അഗ്രികൾച്ചർ, ഫാമിംഗ് പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ ഇന്ത്യയും US തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. ബട്ട് സംവെയർ ഡൗൺ ദ ലൈൻ നമുക്ക് ഈ ഒരു എഗ്രിമെന്റിൽ എത്തിയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ അൾട്ടിമേറ്റ്ലി ഈ ട്രേഡ് ടാരിഫ് എവിടെയെങ്കിലും നിൽക്കും അല്ലെ. ഈ ട്രേഡ് ടാരിഫിന്റെ പേരും പറഞ്ഞ് അമേരിക്ക റിസഷനിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ടാണ് IT കമ്പനീസിനെ അല്ലെങ്കിൽ IT സെക്ടറിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഡി റേറ്റിംഗ് സംഭവിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് ഉയർന്നു വരുന്നു, ഡീപ് സീക്ക് വരുന്നു, ചൈന കയറി വരുന്നു എന്നുള്ള ഒരുപാട് ക്ലൗഡ്സ് ഇതിന്റെ മുന്നിലുണ്ടായിരുന്നു. അതായത് ഹെഡ് വിൻസ്, അതായത് ഇതിന്റെ മൂവ്മെന്റിനെ തടഞ്ഞു നിർത്തുന്ന ഹെഡ് വിൻസ് IT ഇൻഡസ്ട്രിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പലതും താന്നു പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഡീപ് സീക്കിന്റെ കാര്യത്തിൽ തന്നെ NVIDIAയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഡീപ് സീക്ക് ഇമീഡിയറ്റ്ലി അതൊരു ത്രെട്ട് അല്ല എന്ന് കാണിക്കുന്നു. അത് മാത്രമല്ല, US റിസഷനിലേക്ക് പോകുന്നില്ലെന്നും S&P 500 1% അവേ ഫ്രം ഓൾ ടൈം ഹൈ എന്ന് നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിലെ IT ഇൻഡെക്സിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നിഫ്റ്റി ഈസ് ജസ്റ്റ് 4% to 5% അവേ ഫ്രം ഓൾ ടൈം ഹൈ, വേറാസ് IT ഇൻഡെക്സ് ഈസ് 15% അവേ ഫ്രം ഓൾ ടൈം ഹൈ. അപ്പൊ IT ഇൻഡെക്സ് മൂവ് ചെയ്താൽ മാത്രമേ ഇനി നിഫ്റ്റിയെ മുന്നോട്ട്, കാര്യം മറ്റുള്ള സെക്ടേഴ്സ് ഒക്കെ ഓപ്റ്റിമം വാല്യുവേഷൻ ടു ഓവർ വാല്യൂഡ് ലെവലിലാണ്. അപ്പൊ നിഫ്റ്റിയിലെ കമ്പോണൻസ് അല്ലെങ്കിൽ സെക്ടറൽ ഇൻഡിസസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഇൻഡിസസ് ആണ് ഇനി ഇവിടുന്ന് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിഫ്റ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി IT ഇൻഡെക്സ് ആണ്. നിഫ്റ്റി IT ഇൻഡെക്സിന്റെ മൂവ്മെന്റ് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. അത് മാത്രമല്ല, പല കമ്പനിയും അവരുടെ ഹിസ്റ്റോറിക് വാല്യുവേഷന്റെ അടുത്തോ അല്ലെങ്കിൽ താഴത്തെ ലെവലിലോ ആണ് ട്രേഡ് ചെയ്യണമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, മിഡ് ക്യാപ് കമ്പനീസും സ്മോൾ ക്യാപ്പ് ചില സെലക്റ്റീവ് ആയിട്ടുള്ള കമ്പനീസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് എന്നിങ്ങനെ പോലെ ന്യൂ ഏജ് ടെക്നോളജിയിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, ഈ പറയുന്ന നമ്മുടെ ടോപ്പ് കമ്പനീസായ TCS, ഇൻഫോസിസ്, വിപ്രോ, SCL ടെക് ഇവരും എല്ലാവരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വളരെ വലിയ ക്യാഷ് ഫ്ലോ, ഒരു എന്താ പറയുക, കടങ്ങളൊന്നും ഇല്ലാതെ വലിയ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറും ഇൻഡസ്ട്രിയാണ് IT എന്ന് പറയുന്നത്. വലിയ റവന്യൂ വേണറാണ്, ഡോളർ റവന്യൂ വേണറാണെന്നുള്ള. അപ്പൊ അതിനെ കണ്ണടച്ച് കാണാൻ പറ്റില്ല. അപ്പൊ IT ഇൻഡെക്സ് ഒന്ന് വാച്ച് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ സെക്ടർ വിച്ച് കുഡ് പോസിബിളി ലിഫ്റ്റ് നിഫ്റ്റി അപ്വേർഡ്സ് കുഡ് ബി
ഫിനാൻഷ്യൽ സെക്ടർ, എസ്പെഷ്യലി ബാങ്കിങ് സെക്ടർ എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. അതിനകത്ത് ബാങ്കിങ് സെക്ടർ വേണ്ട രീതിയിൽ ഇപ്പം നമുക്ക് ബാങ്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ റോ മെറ്റീരിയൽസും നന്നായിട്ട് വന്നു. ബാങ്ക്സ് ആർ വെൽ ക്യാപിറ്റലൈസ്ഡ്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് ഇമീഡിയറ്റ്ലി ബാങ്ക്സിന് നെഗറ്റീവ് ആണെങ്കിൽ ഓവർ ലോങ് ടേം അവർ ഡെപ്പോസിറ്റ് റേറ്റ്സും കൂടെ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ പറയുന്ന പോലെ ബാങ്ക്സിന് ബെനിഫിഷ്യൽ ആയിട്ട് വരും. മാർക്കറ്റ് അതിന്റെ നെഗറ്റിവിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ബാങ്കിന് ഒരു റീ റേറ്റിംഗ് പതുക്കെ സംഭവിക്കണം എന്നുള്ള ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടോ ഒരു സോളിസിറ്റേഷൻ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ കണക്കാക്കരുത്. വ്യക്തിപരമായിട്ട് ഞാൻ നോക്കുമ്പോൾ മിഡ് ക്യാപ് ലെവലിലുള്ള ബാങ്ക്സ് ഒക്കെ ഇപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ഒക്കെ ടെക്നിക്കൽ സെറ്റപ്പ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഒരു ഇന്റേണലി നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല, അത് കയറിപ്പോവോ ഇറങ്ങിപ്പോവോ എന്നറിയില്ല. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടിരിക്കുന്നത് അതാണ്. SBയും കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാളും സ്ട്രെങ്ത് മിഡ് ക്യാപ് ലെവലിൽ ബാങ്ക്സിൽ കാണിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇതൊക്കെയാണ് ഒരു സെക്ടറൽ ലെവലിൽ നമ്മൾ നോക്കേണ്ട കാര്യം. പിന്നെ PB ഫിൻടെക് നമുക്കറിയാലോ, പോളിസി ബസാർ കമ്പനിയിൽ വീണ്ടും ഒരു ബ്ലോക്ക് ഡീൽ വന്നിരിക്കുന്നു. നമ്മൾ ഒരുപാട് നാളായിട്ട് ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ഡീലും ബൾക്ക് ഡീലും പ്രൊമോട്ടേഴ്സും സെല്ല് ചെയ്യുന്നത് ഒന്ന് വാച്ച് ചെയ്യണം. ഇത് കമ്പനികൾക്ക് നെഗറ്റീവ് ആണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, ഇത് പോസിറ്റീവ് ആണെന്നും പറയുന്നില്ല. ബട്ട് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന് കാശ് ആവശ്യമുള്ളതുകൊണ്ടായിരിക്കാം, ഇൻസിഡന്റലോ കോയിൻസിഡന്റലോ ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ വാല്യുവേഷൻ നല്ല ഓപ്റ്റിമം ലെവലിലെത്തി. നമ്മുടെ ഫണ്ടമെന്റൽസും ഫ്യൂച്ചർ ഗ്രോത്തും വെച്ച് നോക്കിയിട്ട് ഏതാണ്ട് 3, 4, 5 കൊല്ലത്തെ ഗ്രോത്തിന്റെ ആവശ്യമുള്ള പ്രൈസിങ് ഇപ്പോഴേ മാർക്കറ്റ് തന്നു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിലാണോ എന്നറിയില്ല. പല ബ്ലോക്ക് ഡീൽസും ബൾക്ക് ഡീൽസും ഒക്കെ വരുന്നു. മെയ് മാസം ജൂണും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 100,000 മുകളിൽ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ത്രൂ ബ്ലോക്ക് ഡീൽ ആൻഡ് ബൾക്ക് ഡീൽ എന്നുള്ളത് PB ഫിൻടെക്കിലും പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നു. 1.1% ഓഫ് ഇക്വിറ്റിയാണ് സെല്ല് ചെയ്യണമെന്നുള്ളത്. $106 million ഡീൽ സൈസ് ആണ്. ബേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ $1,800 പെർ ഷെയർ എന്നുള്ളത് ഒന്ന് പറഞ്ഞു വെക്കുന്നു. പിന്നെ മോബിക്വിക്ക് കേട്ടോ, മോബിക്വിക്കിൽ ഒരു ബ്ലോക്ക് ഡീൽ നടക്കുന്നുള്ളതാണ്. നെതർലൻഡ്സ് ബേസ്ഡ് ഒരു FI ആണ് സെല്ല് ചെയ്യണത്. മാർക്കറ്റ് പ്രൈസ് $245 ആണ്. ഏതാണ്ട് 8% ഡിസ്കൗണ്ടിലാവാം അതിന്റെ സെല്ലിംഗ് നടക്കാൻ പോകുന്നതെന്നാണ്. ഇത് നടക്കുന്നേ ഉള്ളൂ, നടന്നു കഴിഞ്ഞിട്ടേ നമുക്കറിയുള്ളൂ. സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഈ പറയുന്ന പോലെ 28 ജൂണിന് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെ ഒരു ഫണ്ട് റേസിംഗ് പറയുന്നുണ്ട്. അവരുടെ ആനുവൽ ഫണ്ട് റേസിംഗ് പ്ലാൻസ് ഒക്കെ ഏതാണ്ട് ആ ഒരു മീറ്റിംഗിൽ അവർ വെളിപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഇത് വരുന്നുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ക്യാൻഫിൻ ഹോംസും റിസീവ്ഡ് അപ്രൂവൽ ഫ്രം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു റേസ് ഫണ്ട്സ്. എത്ര ഫണ്ട്സ്? ഡെപ്റ്റ് വഴി, കടം വഴി 10,000 കോടിയും QIP വഴി, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി അവർ ഏതാണ്ട് 100 crores. അങ്ങനെ 11,000 crores ഒരു ഫണ്ട് റേസിംഗ് ആണ് ഈ ക്യാൻഫിൻ ഹോംസും പറഞ്ഞേക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇതാണ് ഏതാണ്ട് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ കുറേ കമ്പനിയുടെ ഈ പറയുന്ന പോലെ ഓർഡർ വിൻ ചെയ്ത കാര്യം അല്ലെങ്കിൽ ചെറിയ ചെറിയ ന്യൂസുകൾ വരുന്നുണ്ടല്ലോ, അത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ന് അനിലയാണ് നമ്മുടെ ലൈവ് അപ്ഡേറ്റ് കൊടുക്കുന്നത് അല്ലേ. അനില കൂടുതൽ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ തൊടാത്തത്. ഫണ്ട് റേസിംഗിന്റെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത് ഈ ബ്ലോക്ക് ഡീലും ബൾക്ക് ഡീലും പറയുന്നത് പ്രൊമോട്ടർ സെല്ലിംഗ് ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടൊരു സ്റ്റോക്ക് നെഗറ്റീവോ പോസിറ്റീവ്, നമ്മൾ പല പ്രേക്ഷകരും നമ്മുടെ ചോദ്യം ചോദിക്കുന്നത് ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ്, നമുക്കറിയില്ല എന്താണ് അവരുടെ മനസ്സിലെന്നുള്ളത്. ബട്ട് പ്രൊമോട്ടർ സെല്ലിംഗ് ഈസ് ഹാപ്പനിങ് ആൻഡ് ദാറ്റ് ഇസ് എ റിയാലിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. ജാസ്മിൻ, ഏതായാലും നമ്മൾ അനിലയിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക്. ഗുഡ് മോർണിംഗ് അനില. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഇന്നൊരു എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റ് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാഴ്ചവെക്കുന്നത്. 25,413 എന്നുള്ള ഒരു നിലയിലേക്ക് കുതിച്ചിരിക്കുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 0.5% കൂടുതലുള്ള ഒരു മുന്നേറ്റമാണ് ആദ്യ മിനിറ്റുകളിൽ കാണാൻ സാധിക്കുന്നത്. മറ്റ് സെക്ടേഴ്സിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നൊരു എക്സ്പയറി ഡേ, പ്രത്യേകിച്ച് മന്ത്ലി എക്സ്പയറി ഡേ കൂടിയാണ്. ജൂൺ സീരീസ് ഇന്ന് അവസാനിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റം ഇന്നിപ്പോൾ വിപണിയിൽ വളരെ കൃത്യമായിട്ട് വിസിബിൾ ആകുന്നുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു വീക്ക് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും എക്സ്പയറി ഡേയിൽ വളരെ കൺസോളിഡേറ്റഡ് ആയിട്ട് റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അവിടെ നിന്നൊക്കെ മാറി മറിഞ്ഞുകൊണ്ട് 25,400 എന്നൊരു ലെവലും മറികടന്നുകൊണ്ടുള്ള ഒരു കുതിപ്പാണ് വിപണിയിൽ കാണുന്നത്. സെക്ടേഴ്സിൽ ഇപ്പോൾ നേരത്തെ സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ IT സൂചികയാണ് വിപണിയുടെ ആ ഒരു മുന്നോട്ടേക്കുള്ള ഒരു പേസിനെ ഒരു ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 0.11% വളരെ നേരിയൊരു ഇടിവിലാണ് IT ഇൻഡെക്സ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. മറ്റ് സെക്ടേഴ്സ് ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് നിലനിർത്തുന്ന മീഡിയ ഓഹരികളിൽ ഇന്നിപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. മീഡിയ സൂചിക 0.7% ഒരു ഇടിവിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ റിയൽറ്റി സൂചികയിലും 1.25% മുകളിലുള്ളൊരു ഇടിവാണ് കാണുന്നത്. PSU ബാങ്ക് സൂചികയും 0.3% ഒരു ഇടിവ് നിലനിർത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മറ്റ് സെക്ടേഴ്സ്, അതായത് ഫൈനാൻഷ്യൽ സർവീസ് അടക്കമുള്ള സെക്ടേഴ്സ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും 0.5% മുകളിൽ ഒരു മുന്നേറ്റം നൽകി കനത്ത ഒരു സപ്പോർട്ടാണ് വിപണിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അഡ്വാൻസ് സിക്ലൻ റേഷ്യോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും
പ്രധാനമായിട്ടും മെറ്റലും അതിനോടൊപ്പം തന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ സർവീസ് സൂചികളിലെ ഓഹരികളുമാണ് ഇന്നിപ്പോൾ ഒരു ടോപ്പ് ഗെയിനർ ആയിട്ട് നിലകൊള്ളുന്നത്. ജിയോ ഫിനാൻസ്, ബജാജ് ഫിനാൻസ് തുടങ്ങിയ ഓഹരികൾ 2.5% മുകളിൽ ഒരു മുന്നേറ്റം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നേട്ടം നൽകിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഒപ്പം തന്നെ ടാറ്റ സ്റ്റീൽ, ഗ്രാസിം, ഭാരതി എയർടെൽ തുടങ്ങിയ ഓഹരികളിലും ഏകദേശം 1.5% മുകളിൽ ഒരു നേട്ടമാണ് നൽകുന്നത്. ഹീറ്റ് മാപ്പ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിരലിൽ എണ്ണാകുന്ന ചില ഓഹരികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാ ഓഹരികളിലും നമുക്കൊരു പോസിറ്റീവ് ടോൺ ആണ് കാണുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് IT സൂചികയിൽ തന്നെ തുടക്കത്തിൽ HCL ടെക് അടക്കമുള്ള ഈ ഒരു Tier 1 ഉൾപ്പെട്ട ഓഹരികളിലൊക്കെ നമുക്കൊരു ഇടിവായിരുന്നു കണ്ടതെങ്കിൽ ഇപ്പോൾ 45 മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കും ആ ഓഹരികൾ പലതിലും ഒരു പോസിറ്റീവ് മൊമെന്റം, വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരിക്കുകയാണ്. നിലവിൽ ഡോക്ടർ റെഡ്ഡി, ഹീറോ മോട്ടോകോപ്പ്, ട്രെൻഡ്, SBN തുടങ്ങിയ ഓഹരികളാണ് പ്രധാനമായിട്ടും ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഇന്ന് മറ്റ് സെക്ടേഴ്സ് വൈസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമിംഗ് സെക്ടർ ആയിട്ടാണ് നിഫ്റ്റി ബാങ്ക് നിലകൊള്ളുന്നത്. നമ്മൾ ടോപ്പ് ലൂസേഴ്സ് സൂചിപ്പിച്ചപ്പോൾ കണ്ടിരുന്നത് SBN, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, കോട്ടക് ബാങ്ക് തുടങ്ങിയ ഓഹരികളാണ് പ്രധാനമായിട്ടും ഇടിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഓഹരികളിൽ ഉണ്ടായ ഒരു ഇടിവ് വിപണിയുടെ നിഫ്റ്റി ബാങ്കിലും നമുക്ക് ഇന്നിപ്പോൾ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എടുത്തു പറയേണ്ടുന്നത് പ്രൈവറ്റ് പ്ലെയേഴ്സിൽ ഉണ്ടാകുന്ന ചില പ്രൈവറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള ഹെവി വെയിറ്റ്സിൽ ഉണ്ടാകുന്ന ചില ബൈയിങ് ഇൻട്രസ്റ്റ് ആണ്. HDFC ബാങ്ക് ആണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനർ എന്ന് പറയുന്നത്. നിഫ്റ്റിയും ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലെയും ഏറ്റവും വലിയ ഹെവി വെയിറ്റ് ആയിട്ടുള്ള കമ്പനിയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഓഹരികളിൽ ഉണ്ടാകുന്ന ഹെവി ആയിട്ടൊരു ബൈയിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഈ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു കരുത്ത് പകരും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള അനലിസ്റ്റുകൾ ഒരു പ്രതീക്ഷ. ഒപ്പം ICICI ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും 0.4% ഒരു നേട്ടം നൽകുന്നുണ്ട്. ഒപ്പം ആക്സിസ് ബാങ്കും 0.83% ഒരു മുന്നേറ്റമാണ് നൽകുന്നത്. ടോപ്പ് ലൂസേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് പേഴ്സണൽ ഓഹരികളാണ് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ ഓഹരികൾ 0.5% മുതൽ 1.5% ഒരു ഇടിവിലേക്കാണ് ഇന്നിപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മികച്ച മുന്നേറ്റം നടത്തിയ ഒരു സെക്ടർ ആയിരുന്നു, ഒരുപക്ഷെ ഒരു ഡിഫൻസീവ് മോഡൽ എന്നൊരു സെക്ടർ ആയിരുന്നു നിഫ്റ്റി മീഡിയ എന്ന് പറയുന്നത്. നിഫ്റ്റി മീഡിയ ഇന്നിപ്പോൾ വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. 0.69% ഒരു ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഹീറ്റ് മാപ്പ് പരിശോധിക്കുമ്പോഴേക്കും ഹാത്വേ കേബിൾസ് മാത്രമാണ് ഇന്നിപ്പോൾ നേരിയ തോതിലെങ്കിലും ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്തിയിരിക്കുന്നത്. സൂചികയിലെ മറ്റ് ഓഹരികളെല്ലാം തന്നെ ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. നെറ്റ്വർക്ക് 18, ടിപ്പ് മ്യൂസിക്, സീൽ തുടങ്ങിയ ഓഹരികളാണ് പ്രധാനമായിട്ടും ഈ ഒരു സൂചികനെ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നിഫ്റ്റി റിയൽറ്റിയും ഇന്നിപ്പോൾ ഡ്രാഗ് ചെയ്തതിൽ ഒരു വലിയ തോതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. 1.25% മുകളിൽ ഒരു നഷ്ടത്തിലേക്കാണ് നിഫ്റ്റി റിയൽറ്റി നീങ്ങിയിരിക്കുന്നത്. സൂചികയിൽ അനന്തരാജ് പ്രോപ്പർട്ടീസ് ഒഴികെ മറ്റെല്ലാ ഓഹരികളിലും ഇടിവാണ് കാണുന്നത്. DLF, ലോധ, പ്രസ്റ്റീജ്, ബ്രിഗേഡ്, ശോഭ തുടങ്ങിയ ഓഹരികളിലാണ് ഇന്നിപ്പോൾ ഏറ്റവും അധികം ഇടിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത് BL അല്ലെങ്കിൽ ഡിഫൻസ് ഓഹരികളിലാണ്. ഡിഫൻസ് ഓഹരികളെ സംബന്ധിച്ചിട്ട് നേറ്റോയുടെ ഭാഗത്ത് നിന്നും, നേറ്റോ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഒരു പോസിറ്റീവ് കമന്റ് ആണ് വന്നിരിക്കുന്നത്. 2035 ആകുമ്പോഴേക്കും നേറ്റോ സഖ്യകക്ഷികളുടെ GDPയുടെ 5% അവർ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ടും വളരെ ഒരു പോസിറ്റീവ് മൊമെന്റത്തിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. HAL, BEL, BHEL, ഭാരത് ഡൈനാമിക്സ് തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കാണുന്നത്. ഏതായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ ചോയ്സ് വർക്കിംഗ് BL ഓഹരികൾക്ക് ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 22% ടാർഗറ്റ് കാണുന്ന ഓഹരികൾക്ക് 22% അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്ന ഓഹരികൾക്ക് 500 രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും പൊതുവെ ഇന്ന് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് കാണുന്നത്. സെക്ടേഴ്സ് വൈസ് പരിശോധിക്കുകയാണെങ്കിലും ചില സെക്ടേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞ് മറ്റെല്ലാ സെക്ടേഴ്സിലും ബുൾസിന്റെ ഒരു ഡോമിനൻസ് വളരെ വ്യക്തമായിട്ട് തന്നെ വിസിബിൾ ആണ്. ജാസ്മിൻ, ബുൾസിന്റെ ഒരു ഡൊമിനൻസ് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് അനിൽ നൽകിയത്. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് പോകേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. ഏതായാലും മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നൊരു എക്സ്പയറി ആണ്, മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് 25,414 എന്നുള്ളൊരു നിലവാരത്തിൽ മികച്ചൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ കുറേ സെഷനുകളിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാരാളം പ്രതിസന്ധികൾ നിലനിന്ന സമയത്ത് പോലും മാർക്കറ്റിന്റെ ഒരു അണ്ടർടോൺ വളരെ ബുള്ളിഷായിട്ട് നിലനിൽക്കുകയാണ് എന്നുള്ളത്. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായിട്ടും പ്രേക്ഷകർ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ് നിഫ്റ്റി 50?
ജാസ്മിൻ, നമ്മൾ നിഫ്റ്റി 50 ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ റെസിസ്റ്റൻസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. 20,200, 20,300. ഈ രണ്ട് റെസിസ്റ്റൻസും ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 25,700 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ശക്തമായിട്ട് അടുത്ത ഒരു 10 സെഷൻസിനുള്ളിൽ തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഗെയിൻ സർ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കിയപ്പോഴും ഇന്ന് 100 പോയിന്റുകളുടെ അടുത്തൊരു മുന്നേറ്റം നമുക്ക് കാണുന്നുണ്ട്. 56,806 എന്നുള്ള ഒരു ഡേ ഹൈ ആണ് ഇതുവരെയുള്ള ഒരു പെർഫോമൻസിൽ ഒരു നേട്ടത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു അല്പം മുന്നേറ്റം കുറവാണ് ബാങ്ക് ഇൻഡെക്സിലും. എങ്കിലും ആ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ജാസ്മിൻ, അണ്ടർടോൺ നിഫ്റ്റി ബാങ്കിന്റെ കേസിലും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ശക്തമായിട്ടൊരു ക്ലോസ് നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കാൻ പോകുന്നുള്ളൂ. 56,900 പോയിന്റ് റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. പ്രദീപ് സർ, നമ്മൾ സ്റ്റോക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിക്സൺ ടെക്കിനെ കുറിച്ചാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. ഇന്ന് 0.5% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് സ്റ്റോക്ക്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൊബൈൽ ഫോൺ അസംബ്ലി മേഖലയിലേക്ക് ധാരാളം കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ട്. ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടി തന്നെ ഫിലിപ്പ് ക്യാപിറ്റൽ ഈ ഒരു സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം 9,085 രൂപ ലെവലിലേക്ക് ഈ ഒരു സ്റ്റോക്ക് പോകാനുള്ള ഒരു സാധ്യത, ഏകദേശം 37% ഇടിവിനുള്ള ഒരു സാധ്യത കൂടി പറയുന്നുണ്ട്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 14,081 രൂപ എന്നുള്ള നിലവാരത്തിലാണ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഡിക്സന്റെ കേസിൽ ഓൾറെഡി ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് ഡിക്സൺ ടെക്നോളജിക്ക് 13,250 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 13,250. ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിക്സൺ ടെക്നോളജിയുടെ കേസിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ 2 റെസിസ്റ്റൻസ് ലെവൽസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 14,830, അതിനുശേഷം 15,600 രൂപയും. 15,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അറ്റ് ദിസ് മൊമെന്റ് പ്രേക്ഷകരോട് പറയാനുള്ളത്, പാനിക് ചെയ്തിട്ട് ഒരു പൊസിഷനെ വൈൻഡപ്പ് ചെയ്ത് 13,250 ലെവലിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. സർ, നമ്മൾ ടൈറ്റനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ കോൺസെക്യൂട്ടീവ് സെഷനുകളിലായിട്ട് ഒരു മികച്ച മുന്നേറ്റം കാണുന്നുണ്ട്. ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു. 0.5% കൂടുതലുള്ള ഒരു നേട്ടമാണ് നമുക്ക് ടൈറ്റനിൽ കാണുന്നത്. ബ്രോക്കറേജുകളും വളരെ ബുള്ളിഷ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ. മക്വയറി ബ്രോക്കറേജ് ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഒപ്പം 4,000 രൂപയും കടന്നു മുന്നേറാനുള്ള ഒരു സ്റ്റോക്കിന്റെ സാധ്യത കൂടി പറയുന്നുണ്ട്. നിലവിൽ 3,676 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഹൈ ലെവൽസിൽ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? ടൈറ്റന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 3,900 രൂപ. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യപ്പെടും. അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിൽ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3,380 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ജിയോ ഫിനാൻസ് എന്ന് പറയുന്നത്. നിലവിൽ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 308 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ജിയോ ഫിനാൻസിന്റെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത്. ജിയോ ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം ട്രെൻഡ് എങ്ങനെയാണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. ഇൻഫാക്ട് നിഫ്റ്റി 50 നയിക്കുന്ന പ്രധാന സ്റ്റോക്ക് ഇന്നത്തെ ഇൻ ടുഡേസ് മാർക്കറ്റ് ഇറ്റ് ഈസ് ജിയോഫിൻ. ജിയോഫിന്റെ കേസിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ജിയോഫിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 340, 360 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് പൊസിഷൻസ് ജിയോഫിന്റെ കേസിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. പ്രദീപ് സർ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏതെങ്കിലും സ്റ്റോക്കോ സെക്ടേഴ്സോ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ടോ? 2 സെക്ടേഴ്സിന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. വൺ ഇസ് ഇന്ത്യൻ റെയിൽവേ സ്റ്റോക്സ്. സോ റെയിൽവേ സ്റ്റോക്സിൽ ഇന്ന് കാര്യമായിട്ടൊരു മൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ IRFC, ഇർകോൺ, IRCTC, റെയിൽടെൽ, RVNL മുതലായ സ്റ്റോക്സിൽ നമ്മൾ തീർച്ചയായിട്ടും ഫോക്കസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. മറ്റൊരു സെക്ടർ ഇസ് ദി IT സെക്ടർ. IT സെക്ടറിന്റെ കേസിൽ
ഞാൻ ഇന്ന് മാർക്കറ്റ് പ്ലസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇൻഫോസിസ്, TCS, HCL ടെക്നോളജി മുതലായ സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ 2-3 സെഷൻസിലും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. 40,100 പോയിന്റ് ആയിരിക്കും നമ്മൾ നിഫ്റ്റി IT ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ഇൻ IT സെഗ്മെന്റ് വിൽ ടേൺ ബുള്ളിഷ്. അതുപോലെ തന്നെ നമ്മൾ റിയാലിറ്റി സ്റ്റോക്സിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. ഇന്നത്തെ ഇൻ ടുഡേസ് സെഷൻ റിയാലിറ്റി ഇൻഡെക്സ് ഒരു അല്പം വീക്ക്നെസ് പ്രോഫിറ്റ് ടേക്കിംഗ് കാഴ്ചവെക്കുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് ആക്ച്വലി എ പൊട്ടൻഷ്യൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. സോ റിയാലിറ്റി സ്റ്റോക്സിലും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. താങ്ക് യു ജാസ്മിൻ. സുരജ് സർ, നമുക്ക് ഏതായാലും സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് തന്നെ ഇനിയിപ്പോൾ അടുത്തതായിട്ട് കിടക്കാം. ജാസ്മിൻ, ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് ജാസ്മിൻ എടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇത് പറഞ്ഞ ഓല അല്ലെ, ഓല ഇലക്ട്രിക്കിനെ കുറിച്ച് ചോദിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ഓല നമുക്കൊരു ഡിസ്കവറി അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റിൽ കവർ ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. അത് പ്ലസോ മൈനസോ ഒന്നല്ല, അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ബിസിനസ് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണെന്ന് വിശ്വസിക്കുന്നത്. പൊതുവേ നമ്മൾ ഈ പറയുകയാണെങ്കിൽ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു കൊല്ലം 1.5 കോടി മുതൽ 1.7 crores വരെ മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ് വിൽക്കുന്നുണ്ടെന്നാണ്. വി ആർ ദ സെക്കൻഡ് ലാർജസ്റ്റ് 2-wheeler എക്കണോമി ഇൻ ദ വേൾഡ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ചൈനയാണ് നമ്പർ 1 എന്ന് തോന്നുന്നു, നമ്മൾ നമ്പർ 2 ആണ് 2-wheelersന്റെ കാര്യത്തിൽ. നമ്മുടെ ടോട്ടൽ വെഹിക്കിൾസ് ഒരു കൊല്ലം സെല്ല് ചെയ്യുന്നതിന്റെ 75% 2-wheelers ആണെന്നുള്ള. സോ അങ്ങനത്തെ ഒരു ലാർജ് മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 2-wheelerന്റെ പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. അതിൽ തന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഡിസെക്ഷൻ നോക്കുകയാണെങ്കിൽ സ്കൂട്ടേഴ്സിനെക്കാളും 2 times സെയിൽസ് കൂടുതലാണ് മോട്ടോർ സൈക്കിളിനുള്ളത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അവിടത്തേക്കാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റ് ഒരു ഭയങ്കരമായിട്ട് മുന്നോടിയായിട്ട് വരുന്നത്. നമുക്കറിയാലോ, കാര്യം ഇലക്ട്രിക് വെഹിക്കിൾസ് എന്തുകൊണ്ട് പോപ്പുലർ ആവുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ സാധാരണ ഈ 2-wheelers നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഷോർട്ട് കമ്മ്യൂട്ടിങ്ങിനാണ് അല്ലെ, ചെറിയൊരു കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഹെവി ട്രാഫിക്കിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരുപാട് പെട്രോൾ അതിന് കൺസ്യൂം ചെയ്യുന്നത് വളരെ കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ആ കോസ്റ്റ് കൂട്ടുക, റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ നമ്മുടെ മുന്നിൽ ഫ്രണ്ടിൽ വരുന്ന ഒരു കാര്യം ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ. കാര്യം EV എന്ന് പറയുമ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുക, വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ സൗകര്യമാണ്. ഒരു കാർ ചാർജ് ചെയ്യും പോലെ അല്ല ഒരു 2-wheeler ചാർജ് ചെയ്യണം, വേണമെങ്കിൽ വീട്ടിനകത്ത് കയറ്റി വെച്ചും ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു EV വെഹിക്കിൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, EV 2-wheeler വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിന്റെ കൺസംഷൻ നമുക്ക് കുറയ്ക്കാം, ചെലവ് കുറയ്ക്കാം, പെട്ടെന്ന് എത്താം, വളരെ ക്ലീൻ എനർജി ആണെന്നുള്ള. അത് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു കാര്യം വെച്ചാൽ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. അത് മാത്രമല്ല ഗവൺമെന്റിന്റെ ഒരുപാട് സബ്സിഡി ഉണ്ട്. അപ്പൊ അതായത് ഫെയിം ടു സ്കീം എന്ന് പറയുന്നുണ്ട്. GST എന്ന് പറയുന്നത് വെറും 5% ഉള്ളൂ. സ്റ്റേറ്റ് ലെവൽ ഇൻസെന്റീവ്സ് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഓരോ ഇൻസെന്റീവ്സ് കൊടുക്കുന്നത് കൂടാതെ ഓരോ സംസ്ഥാനങ്ങളും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻസെന്റീവ്സും കൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇതിന്റെ ബാറ്ററി ആണല്ലോ അതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ബാറ്ററി മോട്ടറുമാണ് അതിന്റെ ഒരു ഹാർട്ടായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത്. അതിന്റെ തന്നെ ഈ പറഞ്ഞ പോലെ ബാറ്ററി മാനുഫാക്ചറിങ്ങിനും അതിന്റെ R&Dക്കും ഒക്കെ ഗവൺമെന്റ് PLI സ്കീം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഒക്കെ വന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻസെന്റീവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഒരു ക്ലീൻ എനർജിയും കൂടെ പുഷ് ചെയ്ത് വരുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഇമ്പോർട്ടൻസ് കൂടുന്നു എന്ന് പറയും. അത് മാത്രമല്ല കൺസംഷൻ പാറ്റേണും മാറുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഡെലിവറി ബിസിനസ് വരുന്നു. അതായത് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലെങ്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, ഇതിന്റെയൊക്കെ ഡെലിവറി കൂടുന്തോറും ഈ ഗിഗ് വർക്കേഴ്സിന്റെ എണ്ണം കൂടുന്നു എന്നുള്ള. അപ്പൊ അവർക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പെട്രോൾ നിന്നുപോയി എന്നുള്ള കൺസിഡറേഷൻ ഒന്നുമില്ല, രാവിലെ ചാർജ് ചെയ്യുക, ഓടിക്കുക എന്നുള്ള നല്ല നല്ല റേഞ്ച് ഉള്ള സ്കൂട്ടേഴ്സ് ഇപ്പൊ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു ഗ്രോത്തിനെ ഇന്ത്യൻ മാർക്കറ്റിൽ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ സെക്ടർ ഏതാണ്ട് 30 to 40% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് സോഴ്സസ് പറയുന്നത്. എങ്കിലും ഇതുവരെ ഒരു പെനിട്രേഷൻ 6% തൊട്ട് 10% വന്നിട്ടുള്ളത്. അതായത് ടോട്ടൽ 2-wheeler സെയിൽസിന്റെ 6 to 10% മാത്രമേ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു പെനിട്രേഷൻ വന്നുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് സെറ്റ് ടു ഇൻക്രീസ് ബിക്കോസ് ഇറ്റ് ഈസ് ഗ്രോയിങ് അറ്റ് 30 to 40% എന്നുള്ള. ഏതാണ്ട് ഇനി അടുത്ത 5 തൊട്ട് 7 കൊല്ലം വരെ ഇതിന്റെ ഗ്രോത്ത് 5 times to 10 times ആയേക്കാം. അപ്പൊ അതാണ് ആ സെക്ടറിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ആ സെക്ടർ ഓപ്പർച്യൂണിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബിസിനസ്സുകൾ 5 കൊല്ലം 7 കൊല്ലം കൊണ്ട് 10 times ആവാന്ന് പറഞ്ഞാൽ എത്ര ബിസിനസ്സുകൾ ഇന്നത്തേനേക്കാളും 20 times 30 times ആവാമെന്ന് ആലോചിക്കണം. ഒരുപാട് മൾട്ടി ബാഗർ ക്രിയേറ്റ് ചെയ്യാവുന്നുള്ള ഒരു സെക്ടറും കൂടിയാണെന്നുള്ളത് പറഞ്ഞു വെക്കണം. അപ്പൊ ഇതാണ്
ഓല ഇലക്ട്രിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട്. ദിസ് ഇസ് ദ സെക്ടർ ഓപ്പർച്യൂണിറ്റി ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ 2-wheelers ഇൻ ഇന്ത്യ എന്നുള്ള ഇതിലാണ് ഓല എന്ന് പറയുന്ന കമ്പനി വരുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഓലയ്ക്ക് 2 ഡിവിഷൻസ് ആണ് ഉള്ളത്. ഓലയുടെ റൈഡ് ഹാൻഡ്ലിംഗ് എന്നാണ്. ആ റൈഡ് ഹാൻഡ്ലിംഗ് നമുക്ക് വളരെ പോപ്പുലർ ആണ്. അതായത് ഓല മൊബിലിറ്റി അറിയാലോ, ഓല ടാക്സി, ഓല സ്കൂട്ടേഴ്സ്, ഓല ഓട്ടോറിക്ഷാസ്, ഇതൊക്കെ അതിന്റെ കീഴിൽ വരുന്ന ഒരു സാധനം തന്നെയാണ്. അത് പിന്നെ വരുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചറിങ്, കൂടാതെ അതിന്റെ മോട്ടറും ബാറ്ററി മാനുഫാക്ചറിംഗ് എന്നാണ് രണ്ടാമത്തെ ഡിവിഷൻ. ഈ 2 ഡിവിഷനാണ് അവർക്കുള്ളത്. അവരെന്താ ചെയ്തത് വെച്ചാൽ 2019 ആയപ്പോൾ ഇതിനെ ഡീമർജ് ചെയ്തു. ഡീമർജ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഈ ഓല ടാക്സീസ്, മൊബിലിറ്റി സർവീസസ് ഉണ്ടല്ലോ, ഈ മൊബിലിറ്റി സർവീസസ് വളരെ അസറ്റ് ആണ്. അതായത് അതൊരു വെറും ഒരു ആപ്പാണെന്നുള്ളത്. അതായത് ടാക്സി ഡ്രൈവേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊബിലിറ്റി സർവീസ് എന്ന് പറയുന്നത്. അതിന് വലിയ ക്യാപിറ്റലൊന്നും ആവശ്യമില്ല. ടാക്സിയൊക്കെ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നവരാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത്. ഓല ഒരു ടാക്സീസും ഓൺ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇവർ ഈ ആപ്പ് വെച്ച്, ഈ ടെക്നോളജി വെച്ചാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിന്റെ മുകളിൽ ഓലയുടെ ഒരു ആപ്പ് വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിന് വലിയ ക്യാഷ് ഒന്നും വേണ്ട, എക്സ്പാൻഷനും ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അതിന് ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്യാഷും വേണം. കാര്യം അതൊരു ഫാക്ടറി വേണം, അതിന് പ്രോഡക്റ്റ് വേണം, ഇന്നോവേഷൻ വേണം, R&D വേണം. ഭയങ്കര ഹെവി അസറ്റ് ക്യാപിറ്റൽ ഡ്രിവൺ ഒരു ഇൻഡസ്ട്രിയും കൂടെ ആയതുകൊണ്ട് അവരെന്താ ചെയ്തത് വെച്ചാൽ 2019 ഈ എല്ലാ ബിസിനസ്സും കൂടെ ഒന്നിച്ച് കിടക്കുന്ന കമ്പനിയിൽ നിന്ന് ഓല മൊബിലിറ്റിയെ അവർ മാറ്റിയിട്ട് ഓല ഇലക്ട്രിക്കിനെ ഡീമർജ് ചെയ്തു. അതായത് ഈ രണ്ട് കമ്പനിയാക്കി. അതായത് രണ്ടിനും 2 റിക്വയർമെന്റ് ആണ്, 2 ഗോളാണ്, 2 ഇൻഡസ്ട്രിയാണ്, 2 ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണ് ആവശ്യം, 2 കപ്പാസിറ്റി ഇൻക്രീസ് ആണ് ആവശ്യം എന്നുള്ള രീതിയിലേക്ക് അവർ ബിസിനസ്സിനെ 2ആയിട്ട് മാറ്റി എന്നുള്ളതാണ്. നല്ലതാണോ ചീത്ത എന്നുള്ളത് പോയിന്റ് ഓഫ് ഡിബേറ്റ്, വേറെ കാര്യം എന്നുള്ളത്. അങ്ങനെയാണ് ഓല ഇലക്ട്രിക് IPOയിലേക്ക് വരുന്നത്. IPO വരുന്നത് എനിക്ക് തോന്നുന്നു 2024 എങ്ങാണ്ടാണ് ഓല ഇലക്ട്രിക് വരുന്നത്. 76 രൂപ ആണ് അവർ IPO ലിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഹൈ ഏതാണ്ട് 76-ൽ നിന്ന് 91 വരെ പോയിട്ട് ഇന്നിപ്പോ ട്രേഡ് ചെയ്യണം. അതതിന്റെ ജേർണി എന്ന് പറയുന്നത്. അതായത് 76-ൽ ലിസ്റ്റ് ചെയ്തു, 91 വരെ പോയി, ഇപ്പൊ 45-46-ൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത്രയും താഴെ വന്നിട്ട് പോലും മാർക്കറ്റ് ക്യാപ്പ് 19,000 crores. 150 രൂപയും കടന്ന് 150 രൂപ പോയിരുന്നു അല്ലേ? 52 വീക്ക് ഹൈ ആണെന്ന് തോന്നുന്നു. 90 അല്ല അന്ന് ലിസ്റ്റ് ചെയ്തത് 157 പോയ സാധനമാണ് ഇപ്പൊ 46 റുപ്പീസ് എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഇതിന്റെ ട്രാജക്ടറി. ഗ്രോത്ത് ട്രാജക്ടറി എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ താഴോട്ടുള്ള ഡൗൺവേർഡ് ട്രാജക്ടറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെക്കുന്നുള്ള. ബട്ട് ഫേസ് വാല്യൂ 10 റുപ്പീസ് ആയിട്ടുള്ള ഷെയർ ആണ്. അപ്പൊ ഇതിനകത്ത് ഓലയുടെ നമ്മളൊരു ബിസിനസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് 2 ഡിവിഷനാണ്. അതായത് ഓല ഇലക്ട്രിക് നമ്മൾ മൊബിലിറ്റി മാറ്റി വെച്ചു, ഡീമർജ് ചെയ്ത് 2019 ലിസ്റ്റ് ചെയ്ത IPO ബിസിനസ്സിൽ 2 ഡിവിഷനാണ്. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് തന്നെയാണ് ഒരു ഡിവിഷൻ. ആ ഡിവിഷനെ നമ്മൾ പറയുന്നത് ഈ ഫ്യൂച്ചർ ഫാക്ടറി എന്നാണ് ആ ഡിവിഷനെ പറയുന്നത്. അതിന്റെ ഫാക്ടറി ഒക്കെ കാണണം, ഫ്യൂച്ചർ ഫാക്ടറി ആയിട്ടാണ് അവർ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. മറ്റേതിനെ ഗിഗാ ഫാക്ടറി. എന്താണ് ഗിഗാ ഫാക്ടറി വരുന്നത്? ഈ സ്കൂട്ടേഴ്സിന് ആവശ്യമുള്ള ബാറ്ററീസ്, അതിന്റെ മോട്ടോഴ്സ്, അതിന്റെ ഫ്രെയിം വർക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പുറത്തെ വശത്ത് വരുന്നത്. അങ്ങനെ ഫ്യൂച്ചർ ഫാക്ടറി, ഗിഗാ ഫാക്ടറിയും കൂടെ ചേർന്ന് വരുന്നതാണ് ഈ ഓല ഇലക്ട്രിക്കിന്റെ ഒരു വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ഫുള്ളി ഇന്റഗ്രേറ്റഡ് ഇലക്ട്രിക് EV 2-wheeler മാനുഫാക്ചറിങ് കമ്പനി എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കണം. അതായത് ഫുള്ളി ഇന്റഗ്രേറ്റഡ്, ഫ്രെയിം മുതൽ മോട്ടോർ മുതൽ അതിന്റെ ബാറ്ററി മുതൽ ഈ പറയുന്ന സ്കൂട്ടർ വരെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യാനുള്ള കാര്യം, ബിസിനസ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. ബിസിനസ് ലോസ് മേക്കിംഗ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ 140 രൂപ എത്രയാ പറഞ്ഞത്? 157 നിന്ന് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് 45-ലേക്ക് വന്നു? ആ ജേർണിയുടെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന്, വളരെ വീക്ക് ഫണ്ടമെന്റൽസ് ആണ്. കാര്യം വെച്ചാൽ ഭയങ്കര കപ്പാസിറ്റി, ഭയങ്കര ഒരു ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉള്ള ഒരു ബിസിനസ്സാണ്. ബിസിനസ് ലോസിലുമാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് വീക്ക് ഫണ്ടമെന്റൽസ് ആണ് ഈ കമ്പനിക്ക് പൊതുവേ ഉള്ളത് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, ഓവർ എ പീരീഡ് ഓഫ് ടൈം മറ്റുള്ള കോമ്പറ്റീഷൻ, പ്രത്യേകിച്ച് ഏത്തറും ബജാജും ഒക്കെ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഒരു കാലത്ത് 50% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നത് 20%-ലേക്ക് താന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ മൂന്നാമത്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ഇവർക്കെതിരെ വന്നിട്ടുണ്ട്. കാര്യം പലയിടത്തും ഇവരെ 2-wheelers ബാറ്ററിക്ക് തീ പിടിച്ചിട്ട് വണ്ടികൾ കത്തിപ്പോയതായിട്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഡിലേഡ് ഡെലിവറിയാണ് ഇവർക്ക്. അതായത് നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ താമസിച്ചൊക്കെയാണ് കൊടുക്കണമെന്നുള്ള വളരെ വീക്ക് ആഫ്റ്റർ സർവീസ് ആണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഓലയുടെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ഷോറൂമിന്റെ ഫ്രണ്ടിൽ കെട്ടിത്തൂക്കിയിടുക,
വണ്ടി തള്ളിയിട്ടിട്ട് പോവുക, ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയുക, അത് ഷൂട്ട് ചെയ്യുക, അത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ട്വിറ്ററിലും എക്സിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വളരെ എന്താ പറയുക വീക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടായിരുന്നതാണ്. പിന്നെ ആപ്പ് ബേസ്ഡും അവർക്ക് കുറേ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് വണ്ടി ഓൺ ആക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. കാര്യം ഇത് ഫുള്ളി ഇപ്പോൾ ഈ വണ്ടി ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വെഹിക്കിളിൽ നിന്ന് മാറി ഡിജിറ്റൽ വെഹിക്കിളായി മാറി. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ വീല് വെച്ച മൊബൈൽ ഫോൺ പോലെയാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഓടുന്നതെന്നുള്ള. അപ്പോൾ ഇതിന്റെ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വണ്ടി അനങ്ങില്ല എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇവർ ഒരുപാട് ഓവർ പ്രോമിസ് ചെയ്തിരുന്നു, അണ്ടർ ഡെലിവറി ചെയ്തിരുന്നു. ഓവർ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു വെച്ചാൽ ഒരുപാട് ഫ്യൂച്ചറിൽ ഒരുപാട് സാധനങ്ങൾ അവർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു പറയാം. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സ്കൂട്ടേഴ്സ്, ഹൈപ്പർ ചാർജിങ് നെറ്റ്വർക്ക്, ഇലക്ട്രിക് കാർസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ ഇവർ കൊണ്ടുവന്നു. ബട്ട് ഇതെല്ലാം ഡിലേഡ് ആയിപ്പോയി. അപ്പോൾ ഓവർ പ്രോമിസിങ് ആൻഡ് അണ്ടർ ഡെലിവറിങ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇവരുടെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് ഓവർ പ്രൊഡ്യൂസ് ചെയ്തു, വേണ്ട രീതിയിൽ ഇത് സെല് ചെയ്ത് പോയില്ല. അങ്ങനെ ഇൻവെൻട്രി ഒരുപാട് കെട്ടിക്കിടന്ന ഇൻവെൻട്രി ക്ലിയർ ചെയ്യാനായിട്ട് ഇവർ ഒരുപാട് ഡിസ്കൗണ്ട് കൊണ്ടുവന്നു. ഇതെല്ലാം ഈ പറയുന്ന പോലെ കമ്പനിക്ക് നെഗറ്റീവായി. അപ്പൊ ആൾക്കാർ പറയുന്നത് എന്താ, ചെലവില്ലാത്തതുകൊണ്ടാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ രീതിയിലേക്ക് ഇതിന്റെ സംസാരമായി. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത് ലിസ്റ്റ് ചെയ്ത വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ വാല്യുവേഷൻ ആണ്. അതായത് എന്ത് പറഞ്ഞാൽ ഈ മാർക്കറ്റ് 36,000 കോടി മാർക്കറ്റ് ക്യാപ്പിലാണ് അത് ലിസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത്രയ്ക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽസോ ഫണ്ടമെന്റൽസോ സെയിൽസോ പ്രോഫിറ്റ്സോ റിട്ടേൺ ഇക്വിറ്റിയോ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്രീ ക്യാഷ് ഫ്ലോയോ പോട്ടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോലും ജസ്റ്റിഫൈ ചെയ്യുന്നില്ലായിരുന്നു 36,000 കോടി. അതായത് പ്രൊമോട്ടറിന്റെ ഗ്രീഡിൽ ഒരുപാട് സ്റ്റോറി ബിൽറ്റ് ഇൻ ചെയ്ത് വളരെ പ്രീമിയം വാല്യുവേഷൻ ലിസ്റ്റ് ചെയ്തു. നമ്മുടെ കുറേ ജനങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി അതിൽ പെട്ടുപോയി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവർ ഫ്യൂച്ചർ സ്ട്രാറ്റജി, ഇപ്പോൾ വരാനുള്ള നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അവരുടെ ഫ്യൂച്ചർ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ അവർ വളരെ കോഷ്യസ് ആയിട്ട് പോണേ. ബട്ട് പ്രൊമോട്ടർ ഭവേഷ് അഗർവാൾ ഇപ്പോഴും ഒരു പോസിറ്റീവാണ്. അദ്ദേഹം തരുന്ന ഗൈഡൻസ് ഒക്കെ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ തിരിച്ചും ക്രോൾ ബാക്ക് ചെയ്യും, ഞങ്ങൾ ഏതാണ്ട് 20% വരെ പോയ മാർക്കറ്റ് ഷെയർ ഞങ്ങൾ 30% ആയി ഞങ്ങൾ ഉയർത്തി, ഞങ്ങൾ ഒരുപാട് കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ് വരുന്നു, ഞങ്ങൾ ഡീലർഷിപ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്തു, ഞങ്ങൾ കംപ്ലീറ്റ് നെറ്റ്വർക്കും റീവാമ്പ് ചെയ്തു, ഗുഡ് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഞങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത്, പുതിയ മോഡൽ കൊണ്ടുവരുന്നു, ഡീലർ നെറ്റ്വർക്ക് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൂടാതെ തന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ സ്കൂട്ടറിനേക്കാളും 2 times സെയിൽസ് ആണ് ഈ പറഞ്ഞ പോലെ മോട്ടോർ സൈക്കിൾസിനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പുതിയ മോട്ടോർ സൈക്കിൾസ് ഇറക്കി, റോഡ്സ്റ്റർ എന്ന് പറഞ്ഞൊരു ബൈക്ക് അവർ ഇറക്കി. അതിൽ അവർക്ക് വളരെ വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട്. റോഡ്സ്റ്റർ എന്ന് പറയുന്ന ഒരു മോഡൽ, സ്പോർട്സ്റ്റാർ എന്ന് പറയുന്നത് വേറൊരു മോഡൽ, മൂന്നാമത് ആരോ ഹെഡ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. ബൈക്കുകൾ കാണാനൊക്കെ വളരെ ഭംഗി, സ്കൂട്ടേഴ്സ് കാണാനും വളരെ ഭംഗിയാണ്. ഇത് തന്നെ അവരുടെ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഈ ഗിഗാ ഫാക്ടറി ഒക്കെ ഉണ്ടല്ലോ, കാണേണ്ടതാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കമ്പനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് നെഗറ്റീവായിട്ട് വന്നെങ്കിൽ പോലും ഇതിനകത്ത് ഈ പറയുന്ന പോലെ ആ ഫാക്ടറീസ് ഒക്കെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജിയാണ്. റോബോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യും. ശരിക്കും ഞാൻ ഫാക്ടറി കണ്ടാൽ നമ്മൾ സ്റ്റോക്ക് മേടിച്ചു, അതുകൊണ്ട് അത് കാണരുതെന്ന് മാത്രമേ, കാര്യം അതിന് ഇൻഫ്ലുവൻസ്ഡ് ആവരുതെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബിസിനസ്, അതിൻ്റെ പ്രോസ്പെക്ട്സ്, അതിൻ്റെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, അതിൻ്റെ ഇൻഡസ്ട്രി പ്രോസ്പെക്ട്സ് ഉള്ള പറഞ്ഞു വെക്കുന്നു. ഈ സ്റ്റോക്കിന്റെ വാല്യൂഷനെ കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായം വ്യക്തിപരമായിട്ടുള്ള കാര്യം, ദിസ് ഈസ് സ്റ്റിൽ എ കൺസെപ്റ്റ് സ്റ്റോക്ക്. ഇതൊരു സ്റ്റോറി മാത്രമേ ഉള്ളൂ, അവർ ഡെലിവറി ചെയ്ത് തുടങ്ങിയില്ല എന്നുള്ള. അപ്പോൾ അതിന്റെ റിസ്ക് അതിനകത്തും ഉണ്ടെന്നുള്ള പറഞ്ഞു വെക്കണം. എന്ന് പറഞ്ഞ് മേടിക്കേണ്ടെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ചിലപ്പോൾ സ്റ്റോറി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ സൊമാറ്റോ തന്നെ ഒരിടയ്ക്ക് 35-40 രൂപ വരെ വന്നു അല്ലെ, ലിസ്റ്റ് ചെയ്ത് 100 രൂപയ്ക്കൊക്കെ പോയിട്ട് 40 രൂപ വന്നു. അവിടുന്ന് പിന്നെ മൾട്ടി ബാഗറായി 300 രൂപയായ ചരിത്രമൊക്കെ നമുക്കറിയാം. ഈ ക്വസ്റ്റ്യനെ ചോദിച്ചിരിക്കുന്നത് വൺ മിസ്റ്റർ ടോം ആണ്. ടോം അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ EV വെഹിക്കിൾസിന്റെയും ലിഥിയം അയൺ ബാറ്ററികളുടെയും ഒരു പൊട്ടൻഷ്യൽ എത്രമാത്രമാണ്, അതിൽ ഓല എന്ന് പറയുന്ന കമ്പനികളുടെ ഒരു സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഭാവിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലിഥിയം അയൺ ബാറ്ററികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ധാരാളം പൊട്ടൻഷ്യലിനുള്ള സാധ്യതയുണ്ട് എന്ന് പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇനി ഈ സ്റ്റോക്കിനെ വിട്ടുമാറാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ടോമിനോട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ ഇസ് എ ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. നമ്മൾ പറഞ്ഞു, അതായത് ഇനി നെക്സ്റ്റ് ഈ പറയുന്ന പോലെ 5 തൊട്ട് 7 കൊല്ലം കൊണ്ട് ഏതാണ്ട് 10 times വലുതാവുന്നുള്ള ഇൻഡസ്ട്രിയാണ്. അതായത് എനിക്ക് തോന്നുന്നു കാർസ് 4 വീലറിനെക്കാളും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസിൽ 2 വീലർ ആയിരിക്കും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നതെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. അത് കാരണം ഒരു 10 times ഒരു സെക്ടർ ഗ്രോ ചെയ്യുന്നെങ്കിൽ അതിനകത്തുള്ള ബിസിനസ്സുകൾ തീർച്ചയായിട്ടും 20-30 times ഗ്രോ ചെയ്യും. അതാണ് ഞാൻ കണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അതിലെ വലിയൊരു ഇമ്പോർട്ടന്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഓല തന്നെയാണ്. അതുകൂടാതെ ബജാജ് ഉണ്ട്, ആക്ടർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. എങ്ങനെയാണ് ഇവിടുന്ന് മാനേജ്മെന്റ് പൊസിഷൻ ചെയ്യണ കമ്പനി എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ കമ്പനിയായിട്ട് നിരന്തരം നിങ്ങൾ മീറ്റ് ചെയ്യാലോ, നിങ്ങൾക്ക് ഇവിടുന്ന് പോയി ആ കമ്പനിയെ മീറ്റ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന
ചെയ്തുകൊണ്ട് വിരോധമൊന്നുമില്ല. അത്രയ്ക്ക് മാത്രം നിങ്ങൾ അതിനകത്ത് എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ കമ്പനിയെ മീറ്റ് ചെയ്യാം, കമ്പനിയുടെ MD-യെ കാണാം, CEO കാണാം, എംപ്ലോയീസിനെ കാണാം, അവിടെ പോയി സംസാരിക്കാം. നിങ്ങൾക്ക് ഇവിടെയുള്ള ഡീലേഴ്സിനെ പോയി കാണാം, എന്താണ് കമ്പനി പറയുന്ന അവരുടെ ഓപ്പർച്യൂണിറ്റി. നമ്മൾ പറയില്ലേ, നമ്മൾ കോമ്പറ്റീറ്ററിന്റെ അടുത്ത് വരെ സംസാരിച്ചാൽ ഓലയെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. ഇവിടെയുള്ള ഡീലർഷിപ്പിന്റെ അടുത്ത് സംസാരിച്ചാലും കമ്പനിയെ കുറിച്ച് അറിയാൻ പറ്റും. കമ്പനി കറക്റ്റ് ആണ്, ഇപ്പൊ കറക്റ്റ് ഡെലിവറിയാണ്, അവരുടെ സെറ്റപ്പ് ഒക്കെ മാറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പോസിറ്റീവ് ന്യൂസ്. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് റിസർച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാം ഒരിക്കലും ഫിഗേഴ്സ് നമ്മുടെ സംസാരിക്കില്ല. നമ്മൾ ഈ മൾട്ടിബാഗറെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, പലതും സ്റ്റോറി തന്നെയാണ്, സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് വരികയാണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്. ഓല എങ്ങനെ ഈ ഇൻഡസ്ട്രിയെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ ഓലയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ 2 ഡൈവേർജന്റ് വ്യൂസ് ആണ്. അത് ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ റിസർച്ച് റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി. അവർ പറയണതെന്ന് വെച്ചാൽ FY26ഓടുകൂടി ഇവരെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അവരൊരു 30 to 40% ഗ്രോത്ത് വരും, അവർക്ക് ക്യാഷ് ഫ്ലോ വരും, നല്ല റവന്യൂ വരും, നല്ല മോഡൽ വരും, നല്ല ഗ്രോത്ത് സ്ട്രാറ്റജി വരും. അതുകൊണ്ട് 130 റുപ്യ, ഏതാണ് 46 റുപ്യെന്ന് 130 റുപ്യ 3 ടൈംസ് വരെ ഇട്ടിട്ടാണ് റിസർച്ച് റിപ്പോർട്ട് ഇറക്കിയത്. 130 റുപ്പീസ് അവരുടെ ടാർഗറ്റ് ആണ്. നോക്കൂ, ഇതാണ് ഒരു FII പറഞ്ഞേക്കണേ. അതവിടെ മാറ്റി വെക്കട്ടെ. കോട്ടക് എന്ന് പറയുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയണമെന്നറിയോ, ഇവർ ഉയർന്നു വരാൻ വലിയ പാടാണെന്നുള്ള. അവർ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് എത്രയെന്നറിയോ, 30 രൂപ. കോട്ടക്കിന്റെ റിസർച്ച് മോശമൊന്നുമല്ല. ഈ നമുക്ക് എപ്പോഴും ഫിറങ്കി റിപ്പോർട്ട്, ഫിറങ്കി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണമെന്ന് വിചാരിക്കരുത്. ഇന്ത്യൻ മാർക്കറ്റിനെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്. ചിലപ്പോൾ അതിന്റെ റിസർച്ച് ഹെഡിന് ഈ പറയുന്ന പോലെ ഇതേപോലെ ഇലക്ട്രിക് വെഹിക്കിളും കാണുമെന്നുള്ള, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഓലയുടെ പ്രൊമോട്ടറിനെ നന്നായിട്ട് അറിയുമായിരിക്കും. നമ്മൾ ഇതൊന്നും പോസിറ്റീവ് നെഗറ്റീവ് ആകുന്ന 2 വശം എപ്പോഴും ഇതിനകത്തുണ്ട്. ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് മൂവ് ഫോർവേഡ്. ഇതൊരിക്കലും സോളിസിറ്റേഷനോ ഒരു അഡ്വൈസ് ആയിട്ടോ പറയരുത്, അല്ല കൺസിഡർ ചെയ്യരുതെന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സെബി രജിസ്റ്റർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെയോ സെബി റിസർച്ച് അനലിസ്റ്റിനെയോ കണ്ട് മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. ജാസ്മിൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഡിക്സന്റെ കാര്യം ജാസ്മിൻ എന്താ പറഞ്ഞത്, അത് ഫിലിപ്പ് ക്യാപിറ്റലിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടാണോ എന്നാണ് പറഞ്ഞത്. നെഗറ്റീവ് റിപ്പോർട്ടാണ്. ഈ ഫിലിപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്നറിയോ, ആ ഫിലിപ്പ് ക്യാപിറ്റലിന്റെ MD ആൻഡ് CEO വിനീത് ഭട്നാഗർ എന്റെ ഫ്രണ്ടാണ്. ഞാൻ അവരുടെ കമ്പനി വിസിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ചായ കുടിക്കാൻ പോവുകയാണ്. എന്റെ ഫണ്ട് മാനേജ്മെന്റ് ഡേയ്സിൽ ഉള്ളതാണെന്ന്. ചില സമയത്ത് ഈ പറഞ്ഞ ഫിലിപ്പ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, വിനീതിന്റെ കാര്യമല്ല പറഞ്ഞത്. പല കമ്പനികളും ഫണ്ടമെന്റൽ റിപ്പോർട്ട് ഇറക്കുന്നത് ടെക്നിക്കലി ബേസ് ചെയ്തിട്ടാണ്. അതാണ് അതിന്റെ രസം. അതായത് ചിലപ്പോൾ ഡിക്സൺ ചിലപ്പോൾ ടെക്നിക്കലി വീക്ക് ആയിരിക്കും. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽ വെച്ച് പറഞ്ഞുകൊണ്ട് എന്നാൽ ടെക്നിക്കൽ പറയില്ല. ഇത് ഓവർ വാല്യൂഡ് ആണെന്ന് പറയുന്ന പല പരിപാടികളും ഉണ്ട്. അതൊരു നെഗറ്റീവ് ഒന്നുമല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും കൂടെ മാർക്കറ്റിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും വിനീതിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് ഫിലിപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ പേര് പെട്ടെന്ന് റീകോൾ ചെയ്തതെന്നുള്ളത്. ഏതായാലും നമ്മൾ വീണ്ടും പറയുന്നു, ഓലയിൽ നമുക്ക് ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിലും നമുക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനുള്ള മാൻഡേറ്റ് നമുക്കില്ല. ഒരു അക്കാഡമിക് പർപ്പസസിന് നിങ്ങളുടെ ഫ്രണ്ടിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ. ടോമിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു. ഹാപ്പി ഇൻവെസ്റ്റിംഗ് ടോം. യെസ്, ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവരുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കും ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ളത് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ഇനി അടുത്ത മണിക്കൂറിൽ വീണ്ടും കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസുമായിട്ട് ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.